ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എഗ്ഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എഗ്ഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു കപ്പിൽ 1/2 കപ്പ് തൈരാണ് ആദ്യം എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനകത്തൊരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്പോഞ്ചാണ് ഏറ്റവും നന്നായിട്ട് വരേണ്ടത്. അത് നന്നാവണമെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന ബാറ്ററി നന്നായിരിക്കണം. ഇനി നമ്മൾക്ക് രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൈദയാണ്. 1/2 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരിപ്പയിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള തരിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അതേപോലെ അതിനകത്തോട്ട് ഇട്ടാൽ തരിയൊക്കെ അവിടെ കിടക്കും. ചിലപ്പോൾ മിക്സ് ആക്കുമ്പോൾ തരിയൊന്നും മിക്സ് ആവണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. 1 കപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം നമ്മൾ മൂന്നാമതായിട്ട് ഇടുന്നത് പഞ്ചസാര പൗഡറാണ്. പഞ്ചസാര പൊടിക്കണ സമയത്ത് ഞാൻ ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. വാനില എസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്തത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. അത് 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ 3 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് മിൽക്ക് ഫ്രഷ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. സ്പൂണൊക്കെ വെച്ചിട്ട് ഇതിനെ മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ നമ്മൾ ടൈം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. നല്ല വൃത്തിക്ക് ഇതിനെ മിക്സാക്കി എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി നല്ലതുപോലെ മിക്സ് ആയില്ലെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ കുറേശ്ശെ മിൽക്ക് ഫ്രഷ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കി എടുക്കണം. ഇപ്പം എൻ്റെ ബാറ്ററിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഞാൻ കുക്കറിലാണ് കേട്ടോ ഒന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കുക്കറിലേക്കല്ല ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടിഫിനിലാണ് ഇതിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ടിഫിനിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും ഒന്ന് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്ററിയൊക്കെ ഞാൻ ടിഫിനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് തട്ടിയിട്ട് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെറിയൊരു പാത്രം ഒന്ന് കമത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ പാത്രത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്ററി വെച്ച് ടിഫിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് കുക്കറിൻ്റെ വിസിലൊന്നെടുത്ത് മാറ്റാം കേട്ടോ. ഒരു 35-40 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും കേട്ടോ. അടച്ചു വെച്ചിട്ട് അപ്പം തുറന്ന് നോക്കരുത്. അപ്പോൾ അത് പൊന്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താണു പോകാൻ സാധ്യതയുണ്ട് കേക്ക്. ഇപ്പോൾ ഇത് വെന്തോ നോക്കാൻ വേണ്ടി നമ്മളൊരു ഇറുക്കിൽ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. തണുത്ത ശേഷം ഞാൻ കുക്കറിനെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടിഫിനിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഈ കേക്കിൻ്റെ ഒക്കെ ബട്ടർ പേപ്പറൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കേക്ക് തണുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടി ചെയ്താൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എഗ്ഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് 1 കിലോ ആക്കുന്നുണ്ടെങ്കിൽ അത് ഡബിളായിട്ട് ചെയ്താൽ മതി. എഗ്ഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഇതുപോലുള്ള വെറൈറ്റി കേക്കുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.